കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവമാറി ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ ഡോക്ടർക്ക് പിഴവ് പറ്റിയെന്ന മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട്. മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം ഡോക്ടർ ബിജോൺ ജോൺസണിനെതിരെ നടപടിയെടുക്കും. ഡോക്ടർക്ക് നോട്ടീസ് അയച്ച കേസിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നും ACP KE പ്രേമചന്ദ്രൻ പറഞ്ഞു. അല്ല, ബോർഡ് കഴിഞ്ഞു, റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനത് പരിശോധിക്കണം. അത്ര ബോർഡിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. മീറ്റിംഗിൻ്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പരിശോധിച്ച് നോക്കി. ഞാൻ കവർ സീൽഡ് കവറാണ്. അത് നോക്കിയിട്ട് പിന്നീട് അറിയാം. അത് ഡോക്ടേഴ്സ് പാനലാണ്, പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറും. അതെ അതെ, DMന്റെ മെഡിക്കൽ നെഗ്ലിജൻസ് പ്രഥമ ദൃഷ്ടിയുള്ള കേസാണല്ലോ. അല്ല, എന്തായാലും പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഇങ്ങനെ ഒരു മാറി ശസ്ത്രക്രിയ നടത്തിയായിട്ട് അന്ന് പറഞ്ഞ ബോധ്യമായതാണ്. ബാക്കി അതിന്റെ മെഡിക്കൽ ആംഗിളിനകത്ത് ലീഗ് എത്ര അത് ഈ ബോർഡിന്റെ തീരുമാനപ്രകാരമാണ് നമ്മൾ ചെയ്യുക. അതെന്തായാലും കിട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ച് പിന്നീട് അറിയിക്കാം. വിവരങ്ങളുമായി ഗോകുലുണ്ട്. ഗോകുൽ, നേരത്തെ പോലീസും ഇതുപോലെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അവയവമാറി ശസ്ത്രക്രിയ നടത്തിയെന്ന്. ഇപ്പോൾ മെഡിക്കൽ ബോർഡും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് രാവിലെ 11 മണിയോടുകൂടി കോഴിക്കോട് കളക്ട്രേറ്റിലായിരുന്നു മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നത്. ആ യോഗത്തിൽ ACP ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ആദ്യം പോലീസ് ACP KE പ്രേമചന്ദ്രൻ അവർ നടത്തിയിട്ടുള്ള മൊഴിയുടെയും ബിജോൺ ജോൺസനെ ചോദ്യം ചെയ്ത് ഉൾപ്പെടെയുള്ള മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മെഡിക്കൽ ബോർഡ് സംഘത്തിന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് 2.5 മണിക്കൂറോളം നീണ്ടുനിന്ന ഒരു ചർച്ചയ്ക്കൊടുവിലാണ് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിട്ട് അവർ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് ഈ ACP KE പ്രേമചന്ദ്രന് സമർപ്പിച്ചത്. തുടർന്ന് നമ്മൾ KE പ്രേമചന്ദ്രനുമായി ബന്ധപ്പെട്ട സമയത്താണ് മെഡിക്കൽ ബോർഡും ഇത്തരത്തിൽ, അതായത് ഡോക്ടർക്ക് പിഴവ് പറ്റിയതായിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് സമർപ്പിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡോക്ടർക്കെതിരെ കൂടുതൽ നടപടി ഉണ്ടാവാനാണ് സാധ്യത. ഈ ബിജോൺ ജോൺസന്റെ പേര് ഉൾപ്പെടെ കുറ്റപത്രത്തിൽ പേര് ചേർത്തതിന് ശേഷം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. തുടർന്ന് ഇദ്ദേഹത്തിനെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ഈ ആദ്യ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ ബിജോൺ ജോൺസനെ ആശുപത്രിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ കയ്യിലെ 6 വിരലുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ 6ാമത്തെ വിരൽ മാറ്റി ഒഴിവാക്കാൻ ശസ്ത്രക്രിയ ചെയ്യാൻ വന്ന കുട്ടിയുടെ നാവ് ശസ്ത്രക്രിയ ചെയ്തതാണ് ഈ മെഡിക്കൽ കോളേജ് ഡോക്ടറായിട്ടുള്ള ബിജോൺ ജോൺസൺ സംഭവിച്ചിട്ടുള്ള അബദ്ധം. ഇത് ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ സമ്മതത്തോട് കൂടിയായിരുന്നില്ല ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയ അദ്ദേഹം ചെയ്തത്. അത് തനിക്ക് തെറ്റുപറ്റിയതായി സമ്മതിച്ചുകൊണ്ട് മാതാപിതാക്കൾക്ക് തെറ്റുപറ്റിയതായി സംബന്ധിച്ച് ഈ ബിജോൺ ജോൺസൺ തന്നെ മാപ്പാപേക്ഷ എഴുതി നൽകുകയും ചെയ്തിരുന്നു. തുടർന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിന് പരാതി നൽകുകയും മറ്റ് നിയമ നടപടികൾ ഗോകുൽ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.